അടുത്തതായി സീനിയർ ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ രാജീവ് ഗോപാലകൃഷ്ണനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ടി പി ശ്രീനിവാസൻ സാർ, പ്രിയപ്പെട്ട വേണു നായർ, ശ്രീ സഞ്ജയൻ, ഡോക്ടർ എൻ അജിത് കുമാർ സാർ, എൻ്റെ പ്രിയപ്പെട്ട വിനു എബ്രഹാം, അലിയാർ സാർ, സജൻ ലാൽ, ഗുർദീപ് കൗർ, എല്ലാവരും അടങ്ങുന്ന വിശിഷ്ടമായ സദസ്സ്, ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം അത് ആര് ചെയ്യണം എന്നുള്ളത് മുകളിലൊരാളാണ് തീരുമാനിക്കുന്നത് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ വേണു എൻ്റെ അടുത്ത് ഈ പുസ്തകം കൊണ്ടുവരുമ്പോൾ 100% ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു, വേണു ഞാൻ ഈ പുസ്തകം വായിക്കും എന്ന് ഒരു കാരണവശാലും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കള്ളം പറയുകയല്ല. ഈ പുസ്തകം ഇങ്ങനെ കൊണ്ടുവന്ന് ഇൻസൈറ്റ്സ് അൺവെയിൽഡ് ഇത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ താൻ വായിക്കാനൊന്നും പോകുന്നില്ല എന്ന ഒരു ഇത് അതിന് അടിയിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, വേണു ഞാൻ വായിക്കും, വായിച്ചിട്ടേ വരുള്ളൂ. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞ് വേണു എന്നെ വീണ്ടും വിളിച്ചു. അതിൽ എന്തായി? ഞാൻ പറഞ്ഞു, വേണുവേ ഞാൻ പുസ്തകം വായിച്ചിട്ടേ വരൂ, വിഷമിക്കണ്ട, ഞാൻ അത് വായിച്ചോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഇടക്കായിരുന്നു. ആ ഇടയ്ക്കൊരു ഇത് ഞാൻ പറഞ്ഞു വന്നതില്ല, ആരാണ് പുസ്തകം പ്രകാശനം. അപ്പം ഞാനന്ന് ചോദിച്ചു, ആരാണ്? അത് ശ്രീകുമാരൻ നമ്പി സാറാണ്. ആയിക്കോട്ടെ, ശരി. പക്ഷേ ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നല്ല വ്യുത്പത്തിയുള്ള ശ്രീനിവാസൻ സാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നയാൾ തമ്പി സാറിന് പെട്ടെന്ന് ഒരു പ്രോഗ്രാം മാറ്റി വയ്ക്കേണ്ടി വരുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ അതൊരു പുസ്തകം ഏത് പുസ്തകമായാലും ആരത് ചെയ്യണം, ആരാണത് പ്രകാശനം ചെയ്യാൻ അനുയോജ്യനായ വ്യക്തി എന്ന മുകളിലൊരുത്തൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം 100% ശരിയുമാവുന്നു. നമ്മളല്ല. ഇത് വേണു പറയുന്നുണ്ട്, വേണുവിൻ്റെ പുസ്തകങ്ങളുണ്ട്. നാളെ എന്ത് എന്നറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ മരിച്ചുപോയി ഇന്നലകളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇന്ന് കളയണ്ട, ഈ നിമിഷം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വേണു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേണു ഈ പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് നെടുമുടി വേണുവിനെ കുറിച്ചുള്ള ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തെക്കുറിച്ച് നെടുമുടി വേണു എന്ന് പറയുന്ന വ്യക്തി സേതുവിൻ്റെ കഥകൾ ടെലിഫിലിമാക്കിയപ്പോൾ ഒരു വേഷം, വേണുചേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നെടുമുടി വേണു അവതരിപ്പിക്കുമ്പോൾ ദൂതനോട് അദ്ദേഹം പറയുന്ന ഒരു സംഭാഷണമുണ്ട്, ഞാൻ യാത്രയിലാണെന്ന് പറയൂ. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഏത് വിളിച്ചാലും ഞാൻ യാത്രയിലാണെന്ന് പറയും. അങ്ങനെ യാത്രയിലാണെന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇന്ന് യാത്ര ചെയ്യാതെ ഇവിടെ വന്നിരിപ്പുണ്ട്. അതാണ് ഡോക്ടർ എൻ അജിത് കുമാർ. അദ്ദേഹത്തെ ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും അന്ന് എനിക്ക് കാസർഗോഡ് വരെ ഒന്ന് പോകണമായിരുന്നു, ഏത് പ്രോഗ്രാം ഞാൻ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ, ഈ നെടുമുടി വേണുവിനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഡോക്ടർ എൻ അജിത് കുമാറിനെയാണ്. കാരണം ഡോക്ടർ എൻ അജിത് കുമാറും വേണു നായരും തമ്മിലുള്ള ബന്ധം എനിക്ക് നന്നായിട്ടറിയാം, വളരെ ആഴത്തിലറിയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡോക്ടർ എൻ അജിത് കുമാർ പങ്കെടുക്കാതിരിക്കില്ല എന്നും എനിക്കറിയാം. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നത്, വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തു. കാരണം ഞാൻ വിളിച്ച പലയിടത്തും ഇതേ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് വരെ വേണു പരാമർശിക്കുന്നു. ഭഗവത്ഗീത എന്ന് പറയുന്നത് എനിക്കിപ്പോഴും അപ്രാപ്യമായ ഒരു ഗ്രന്ഥമാണ്. അപ്രാപ്യമെന്ന് പറഞ്ഞാൽ കൈകൊണ്ടെടുക്കാം എന്നുള്ളതല്ല, അത് മനസ്സിലാക്കാൻ, ആഴത്തിലതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇപ്പോഴും കഴിയും. എന്തിന്? ഏറ്റവും ലളിതമായി എഴുതിയ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പോലും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അതിൻ്റെ മധുരം പൂർണ്ണമായി നുകരാൻ കഴിയാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുമ്പിൽ വേണു നായർ അവതരിപ്പിക്കുന്നു ഭഗവത്ഗീത
അത് വേണുവിൻ്റെ കാഴ്ചപ്പാട്. വേണുവിൻ്റെ കാഴ്ചപ്പാടുകൾ അനാവൃതമായി വന്നപ്പോൾ സഞ്ജയൻ വായിച്ചപ്പോൾ സഞ്ജയന് തോന്നി വേണു നഗ്നനായി എന്ന്. അതുകൊണ്ട് വേണുവിനെ ഒടുവിൽ ഒരു അംഗവസ്ത്രം ഉടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടു. അതോ വായനക്കാരന് മനസ്സിലുണ്ടാകുന്ന ഒരു രീതിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, നമുക്കങ്ങനെ തോന്നണമെന്നില്ല, എനിക്ക് തോന്നണമെന്നില്ല. സഞ്ജയന് തോന്നി, അങ്ങനെയാണ് അദ്ദേഹത്തിന്. സഞ്ജയന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ. യഥാർത്ഥത്തിൽ വേണു സ്വയം ഒളിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ പോലും ഇത് ശ്രീനിവാസൻ സാർ പറഞ്ഞത് തുറന്നു പറയാം. ഡോക്ടർ അജിത് കുമാർ പറഞ്ഞതുപോലെ തുറന്നടിക്കുകയല്ല, വേണു ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ആ ഒളിപ്പിച്ചു വെക്കുന്നത് യഥാർത്ഥ വേണുവിൻ്റെ മനസ്സിലെ ഉത്കണ്ഠകളാണ്. പലതും പറയുമ്പോൾ 2047 ഇന്ത്യ ഇങ്ങനെ ആകണം എന്ന് വേണു പറയുമ്പോൾ വേണുവിൻ്റെ മനസ്സിൽ രാധിയുണ്ട് അങ്ങനെ ആകുമോ എന്നുള്ളത്. ആ ഒരു രാധിയാണ് വേണുവിനെ കൊണ്ട് അത് എഴുതിപ്പിക്കുന്നത്. 2047 എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ലീഡർഷിപ്പിലേക്ക് വരുന്നത്, അതെൻ്റെ ആഗ്രഹമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ വേണുവിൻ്റെ മനസ്സിൽ അതിലിപ്പോൾ ഉത്കണ്ഠകളുണ്ട്. അങ്ങനെ ആകുമോ, ആയി തീരാൻ കഴിയുമോ? ചുറ്റിനും ശത്രുക്കൾ, എന്ത് നന്മ ചെയ്താലും അത് കാണാതിരിക്കുന്ന ഒരു വെസ്റ്റേൺ മീഡിയ. ശ്രീനിവാസൻ സാർ പറഞ്ഞു, പാശ്ചാത്യ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു നന്മയും കാണില്ല, ഒരു നന്മയും. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വളരെ വ്യക്തമായി എനിക്കറിയാം, വളരെ വ്യക്തമായി വളരെ ശക്തമായി ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണ്, നിന്റെ ഭാവി ഭൂതമാണ്, നിന്റെ ഭാവി നിന്റെ മുന്നിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു, ഈ രാജ്യം ഇരുട്ടറയിലാണ്. കേട്ടിട്ടുണ്ട്, കേട്ട് മടുത്തിട്ടുണ്ട്. വേണു ഉൾപ്പെടെയുള്ളവർക്ക് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല വേണുവിന്. അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഇരുട്ട് മാറി തുടങ്ങുന്നു എന്നൊരു തോന്നൽ നമ്മളിൽ വരുമ്പോൾ നമ്മൾ അമിത ആവേശത്തിലായി പോവും. അതൊരു തെറ്റല്ല, അതൊരു കുറ്റമല്ല. വേണുവിൻ്റെ പുസ്തകങ്ങളിൽ അതുകൊണ്ട് ആ പ്രതീക്ഷയുണ്ട്. കാരണം വേണു ഏതാണ്ട് 90-കൾ മുതൽ വേണു ഇതിനെ സ്റ്റഡി ചെയ്തു തുടങ്ങുന്നു. വേണു ഇത് പഠിച്ചു വരുന്നു. വേണു പഠിച്ചു വരുന്നത് കൊണ്ട് വേണു പറയുന്നു ട്രാൻസ്ഫോർമേഷൻ എവിടെ നിന്ന് എങ്ങോട്ട്. ക്യാമറയിലുള്ള ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ, ഒരു സമൂഹത്തിന്റെ മാറ്റം കാണാതിരിക്കുന്നത് എങ്ങനെ? ഒരു സമൂഹത്തിന്റെ മാറ്റം കാണാതിരിക്കുന്നത് എങ്ങനെ? കമ്പ്യൂട്ടർ വേണോ വേണ്ടയോ എന്ന് ഉള്ളൊരു ചോദ്യം ഒരു ആധിയായി നമ്മുടെ മുമ്പിൽ കിടന്നിടത്ത് നിന്ന് കമ്പ്യൂട്ടർ വേണമെന്നും കമ്പ്യൂട്ടർ ആവശ്യമാണെന്നും കമ്പ്യൂട്ടർ അത്യാവശ്യമാണെന്നും തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിലേക്കുള്ള നമ്മുടെ മാറ്റം, അതൊരു വലിയ മാറ്റമല്ലേ? ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ മാറ്റമല്ലേ? ആ മാറ്റം നമ്മൾ തിരിച്ചറിയണ്ടേ? ആ മാറ്റം തിരിച്ചറിയുന്നുണ്ട് വേണു. ആ മാറ്റം തിരിച്ചറിയുന്നത് കൊണ്ടാണ് വേണുവിന് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കഴിയുന്നത്. വേണു തുറന്നു പറയുന്നു, നമുക്ക് എല്ലാവർക്കും ചിലർക്ക് മടിയായിരിക്കും. വേണു തുറന്നു പറയുന്നു, ഞാൻ ഓഷോയുടെ ആരാധകനാണ്, ഓഷോയുടെ ആരാധകനാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആരായിരുന്നു ഓഷോ, എന്തായിരുന്നു ഓഷോ? ഓഷോയുടെ ചില പെർസ്പെക്റ്റീവ് മാത്രം, അല്ലെങ്കിൽ ചില ചിന്താഗതികൾ, ചില വീക്ഷണങ്ങൾ മാത്രമേ വേണു യോജിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നാവിനെ അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഭയന്നിരുന്നുവെങ്കിൽ അത് ഓഷോയുടെ നാവാണ്. ഓഷോയുടെ നാവിനെ മാത്രം ഭയന്നിരുന്നു. അതുകൊണ്ടാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിൽ ആ മനുഷ്യൻ ചെങ്ങലയിൽ ബന്ധിതനായി കോടതി മുറിയിൽ ഹാജരാകേണ്ടി വന്നത്. അവർ ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ത്യയെ പഠിപ്പിക്കുന്നു. തിരിച്ചറിയണം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ആചാര്യ രജനീഷ് അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു കയറിയപ്പോൾ ഇല്ലാത്ത കള്ളക്കേസുകൾ ഉണ്ടാക്കി ഒരു മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കാം, തീർച്ചയായിട്ടും ഹാജരാക്കാം. പക്ഷേ ആചാര്യ രജനീഷിനെ ഹാജരാക്കിയത് ചങ്ങലയിൽ ബന്ധിതനായാണ്. പണ്ട് കായംകുളം കൊച്ചുണ്ണിയുടെ സിനിമയിൽ സത്യൻ അങ്ങനെ നിൽക്കുന്ന അതുപോലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്, ചങ്ങലയിൽ ബന്ധിതനാക്കി. അത്ര ഭയമായിരുന്നു അദ്ദേഹത്തിന്റെ നാവിനോട്. ആ രജനീഷിനെ വേണു നായർ ഇഷ്ടപ്പെടുന്നു. വേണു നായർ തുറന്നു പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇന്ന കാരണങ്ങളാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് തുറന്നു പറയാൻ ഇതൊരു ചങ്കൂറ്റം വേണം.
ആ ചങ്കൂറ്റം വേണു പ്രകടിപ്പിക്കുന്നുണ്ട്. അഭിജാത്യം നിറഞ്ഞ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൽ അഭിരമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.